ഒരു പ്രവർത്തന രീതിയാണ് സംഘഗ്രാമവും അതേപോലെ ഭീം മിഷനും ലക്ഷ്യമിട്ടത്. തന്നെപ്പോലെ തന്നെ 10 പ്രവർത്തകരെ വാർത്തെടുക്കുന്നവനെ ഒരു നേതാവാകാൻ നോക്കുന്നുള്ളൂ. മഹാത്മാ അയ്യങ്കാളി തെളിയിച്ചതാണ്. ഒരിക്കലും അദ്ദേഹം ഒരു ഏകഛത്രാധിപതിയായിട്ട് വലിയ തലമുറകളുള്ള ആളായിട്ട് ഈ സമൂഹത്തെ മുഴുവൻ നയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. തന്നേക്കാൾ മിടുക്കരെന്ന് തോന്നുന്ന ആൾക്കാരെ മുഴുവൻ സ്വന്തം സ്ഥാനം മാറ്റി വെച്ചിട്ട് അവിടെ കയറ്റിയിരുത്താൻ ശ്രമിച്ച ആളാണ് മഹാത്മാ അയ്യങ്കാളി. തോമസ് എന്ന വെള്ളിക്കര ചോദ്യം അല്ലെ, പൊയ്കേരി യോഹന്നാനും പാമ്പാടി ജോൺ ജോസഫും പാറടി എബ്രഹാമും ഒക്കെ മഹാത്മാ അയ്യങ്കാളിക്ക് സഹോദരന്മാരായിരുന്നു. തന്നേക്കാൾ കൂടുതൽ മികവ്, പ്രവർത്തന മികവ്, ഭാഷാ പരിജ്ഞാനം, ലോകപരിജ്ഞാനം ഇവരിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം രാജാധികാരത്തോടും ദിവാനോടുമൊക്കെ മല്ലിട്ട് ഈ നല്ല പ്രവർത്തകരെ മുഴുവൻ പ്രജാസഭയിൽ കൊണ്ടുവരാനായിട്ട് മുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തന്നെപ്പോലെ തന്നെ 10 പ്രവർത്തകരെ, അനുയായികളെ സൃഷ്ടിക്കുന്നവനെ നേതാവാകുന്നു.